ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. കഴിഞ്ഞ വർഷമേ ആറ്റുകാൽ അമ്മച്ചിക്ക് പൊങ്കാല ഇടാൻ ആറ്റുകാൽ അമ്പലത്തിൽ പോയി പൊങ്കാല ഇടാൻ ഞാൻ സ്ഥിരമായി പോയി പൊങ്കാല ഇടുന്ന ഒരു ആളായിരുന്നു. പിന്നെ എനിക്ക് പൊങ്കാല ഇടാൻ കൊറോണ സമയമൊക്കെ ആയപ്പോൾ പിന്നെ പറ്റാതെയായി. കഴിഞ്ഞ വർഷം എനിക്ക് പൊങ്കാല ഇടണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വീട്ടിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് എല്ലാ സാധനങ്ങളും 4 വശത്തും കൊണ്ടിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ തട്ടിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് അങ്ങ് മറിച്ചേക്കായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന ആ ചപ്പ് ചവറുകൾ അങ്ങനെ എല്ലാം കൊണ്ട് മറിച്ചേക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് നമ്മൾ പൊങ്കാല ഇടണ്ട. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ ഇടുമ്പോഴത്തേക്ക് വൃത്തിയായിട്ട് അത് ഇടേണ്ട രീതിക്ക് നമ്മൾ നല്ല വൃത്തിയും ശുചിയായിട്ടും നമ്മൾ ആ ഇടുന്ന ഒരിത് തന്നെ ഒരു പരിസരവും എല്ലാം നല്ല ഒരിതായിട്ട് ഇടുന്നതിൽ അതിൻ്റെ ഒരിതായിട്ട് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം പിന്നെ അടുത്ത വർഷം ഇടാമെന്ന് കരുതി അങ്ങനെ മാറ്റിയതാണ്. അപ്പോഴാണ് വിചാരിച്ചിരിക്കാതെ പെട്ടെന്ന് എൻ്റെ അമ്മയുടെ മരണം വന്നത്. ഇപ്പോൾ എൻ്റെ അമ്മ മരണപ്പെട്ടിട്ട് 8 മാസം കഴിഞ്ഞു. അപ്പം അമ്മയുടെ ചടങ്ങും അമ്മയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോഴത്തേക്ക് പോറ്റി പറഞ്ഞായിരുന്നു 6 മാസം കഴിയുമ്പോൾ പിന്നെ പൊങ്കാല ഇടുന്നതിനൊന്നും 16 കഴിയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഇതും കഴിയും. അസ്ഥിയൊക്കെ നമ്മൾ അന്നേ ഒഴുക്കിയതുകൊണ്ട് എല്ലാ ഇതും കഴിയും. അമ്പലങ്ങളിൽ നമുക്ക് എല്ലാ പൂജയും എല്ലാം ചെയ്യാം. പൊങ്കാല അപ്പോൾ മുമ്പൊക്കെ പറയുമായിരുന്നു അമ്മയും അച്ഛനും മരിച്ചാൽ 1 വർഷം കഴിഞ്ഞ് പൊങ്കാല ഇടാവുമെന്ന്. അപ്പോൾ പോറ്റി എന്നേ പറഞ്ഞായിരുന്നു 6 മാസം കഴിയുമ്പം ഇടാമെന്ന്. എന്നാലും എനിക്ക് ഞാനത് ഒരു മനസ്സിലൊരു ഇതുകൊണ്ട് അങ്ങനെ അടുത്ത വർഷം ഇടാമെന്നുള്ള ഒരു ഇതിലൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി തിരുമേനിയോട് തന്നെ ഞാൻ നേരിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അത് നമ്മൾ ദേവിക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്യുന്നതല്ലേ, പൊങ്കാല ഇടുന്നതിന് ഒരു തടസ്സവും ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ വർഷം ആറ്റുകാലിലേക്ക് പോവാൻ പൊന്നമ്മച്ചിക്ക് എവിടെ നമ്മൾ പൊങ്കാല ഇട്ടാലും ദേവി അവിടെ പ്രത്യക്ഷപ്പെടും. നമ്മൾ ഇടേണ്ട രീതിക്ക് ഇട്ടാൽ മതി, അവിടെ പൊന്നമ്മച്ചി വരും എന്നാണ് നമ്മുടെ മനസ്സിലെ ഒരു വിശ്വാസം. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൻ്റെ നടക്കൽ തന്നെ ഈ വർഷം ഞാൻ പൊങ്കാല ഇടാമെന്ന്. അപ്പം പൊങ്കാല ഇടാനായിട്ട് ഞാൻ വ്രതം നിൽക്കുകയാണ്. അപ്പം നാളെ രാവിലെ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഞാൻ പൊങ്കാല ഇടും. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ആ തയ്യാറെടുപ്പിൽ ഇരിക്കവേ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കണ സമയത്ത് ഞാൻ വിളക്ക് കത്തിക്കാനായിട്ടുള്ള ഒരു സമയമായപ്പോഴത്തേക്ക് ഒരു അത്ഭുതകരമായിട്ട് 2 മയിൽ ഇങ്ങനെ കറങ്ങി വീട്ടിൻ്റെ അവിടെ കറങ്ങി വന്ന് വീട്ടിൻ്റെ ടോപ്പിൽ ആദ്യം ടെറസിൽ വന്ന് അവിടെ നിന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ ഒരെണ്ണം പോയി നിന്ന് ഇപ്പുറത്ത് നിന്നിട്ട് അവസാനം വീട്ടിൻ്റെ ടോപ്പിൽ വന്ന് മണ്ടയിൽ ടോപ്പ് അറ്റത്ത് ഫ്രണ്ടിൽ വന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് ഒരു അരമണിക്കൂർ അത് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. ടോപ്പിൽ വന്ന് അരമണിക്കൂർ 2 മയിൽ, ഒരു ആൺമയിലും ഒരു പെൺമയിലും എല്ലാവരും വന്ന് കണ്ടു. അതൊരു വല്ലാത്തൊരു കാഴ്ചയായിപ്പോയി. സത്യം പറഞ്ഞാൽ ഒരെണ്ണമൊക്കെ നമ്മളിങ്ങനെ ഇതിലേക്ക് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് 2 എണ്ണം നമ്മളെ വീട്ടിൻ്റെ ടോപ്പ് അറ്റത്ത് ഏറ്റവും മണ്ടയറ്റത്ത് ഇങ്ങനെ 2, അത് ഒരു അരമണിക്കൂർ മയിലിങ്ങനെ നിന്നു. അതൊരു വല്ലാത്ത ഒരു ഇതായിപ്പോയി, ഒരു അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു. അപ്പം നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. നാളെ അതിൽ ഞാനും പങ്കുചേരുന്നു. എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ ഞാനും പൊങ്കാലയിടുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. നാളെ നമുക്ക് പൊങ്കാല ഇടുന്നതും എന്നെക്കൊണ്ട് പറ്റുന്ന കണക്ക് നിങ്ങളെയും ഞാൻ അതിൽ കൂട്ടിക്കൊണ്ടുവന്ന് പൊങ്കാല ഇടാം. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ. പിടിയടാ. നാളെ ആറ്റുകാൽ പൊങ്കാല നമ്മളെ മുറ്റത്തിടയാണ്. നാളെ ആറ്റുകാൽ പൊങ്കാല നമ്മളെ മുറ്റത്തിടയാണ്. അതിന് നോക്കാൻ വന്നേയിരിക്കും. പോയാ പോയി
ഇവിടെ നമ്മളെ വീട്ടിൻ്റെ മണ്ടയിലൊരു അതിഥി ഒന്ന് നിൽക്കുന്നുണ്ടോ? അതിഥി മയിൽ നിൽക്കുന്നുണ്ടോ? ഞാനെ പിടിക്കാൻ പറ്റുന്നില്ല. താഴെ പോവൂ. വീട്ടിൻ്റെ മണ്ടയിലൊരു അതിഥി നിൽക്കുന്നുണ്ടോ? മയിൽ നിൽക്കുന്നുണ്ടോ? വീട്ടിൻ്റെ മണ്ടയിൽ, പഴയ വീട്ടിൻ്റെയും പുതിയ വീട്ടിൻ്റെയും മണ്ടയിൽ ഒരു അതിഥി മയില് വന്നിരിക്കുന്നു. നാളെ ആറ്റുകാൽ പൊങ്കാല ഞാൻ മുറ്റത്തിടാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴത്തേക്കൊരു അതിഥി നമ്മളെ കാണാൻ വന്നു. മുരുകൻ ഭഗവാനെ, മുരുകൻ്റെ വാഹനം വന്നിരിക്കുന്നു. വന്നിരിക്കുന്നു. പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടാ. വീട്ടിൻ്റെ മണ്ടയിൽ 2 മയിലുകൾ ഇരിക്കുന്നുണ്ടോ? വീട്ടിൻ്റെ മണ്ടയിൽ 2 മയിലുകൾ ഇരിക്കുന്നുണ്ടോ? കണ്ടോ? 2 മയിലുകൾ ഇരിക്കുന്നുണ്ടോ വീട്ടിൻ്റെ മണ്ടയിൽ? ഇത്രയുമാണ്. മയിലിനെ കണ്ടല്ലോ. ആദ്യം ഒരു മയിൽ വന്ന്, ഒരു മയിൽ അപ്പുറത്തെ വീട്ടിലിൻ്റെ മണ്ടയിൽ വരുന്നു. പിന്നെ 2 പേരും കൂടെ വന്നു. ഇവരെ കണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ മയിൽ വന്നിരിക്കണമെന്ന്. അപ്പം നാളെ രാവിലെ നമുക്ക് പൊങ്കാലയുടെ വീഡിയോ കാണാം. ടാറ്റാ.